ഒരു മാസം 4.5 കോടി മുതൽ 5 കോടി വരെ ടേൺ ഓവറുള്ള രുചിയിടം. ഗീ പൊടി ഇഡ്ലീസ്, ഗീ തട്ട ഇഡ്ലീസ്, ബട്ടർ മസാല ദോശ, വെൺപൊങ്കൽ, കേസരി ബാത്ത്, അങ്ങനെ ഒരുപാട് സ്വാദേറിയ ഡിഷസ് ഉണ്ട് ദേ രാമേശ്വരം കഫേയിൽ. എപ്പോൾ പോയാലും തിരക്കാണ് കേട്ടോ. തിരക്കിന് കാരണം അവരുടെ ഫുഡിൻ്റെ ഫ്രഷ്നെസ്, ഹൈജീനിക് ആൻഡ് ടേസ്റ്റ് തന്നെയാണ്. ഇത്രയൊക്കെ തിരക്കാണെങ്കിലും സർവീസ് സ്പീഡ് എടുത്തു പറയണം. ഒരു ആഹാരപ്രേമി എന്ന നിലയിൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു കട തന്നെയാണിത്. ഫുഡിൻ്റെ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റി. അവരുടെ വെൺപൊങ്കൽ കിട്ടിലോൾസ്കി ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂർ പോകുന്നവർ ഉറപ്പായിട്ടും ഈ രാമേശ്വരം കഫേ ട്രൈ ചെയ്തിരിക്കണം. അവർക്ക് ബാംഗ്ലൂരിൽ 4 സ്ഥലത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്. എത്രയും പെട്ടെന്ന് കേരളത്തിൽ, അതും നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഫ്രാഞ്ചൈസി വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എടുത്തു പറയുകയാണ്, തിരക്കൊക്കെ ആണെങ്കിലും അവരുടെ സർവീസ് സ്പീഡ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ രാമേശ്വരം കഫേ, നമ്മ ഊര് ബാംഗ്ലൂരു, കിട്ടിലോൾസ്കി. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാക്കി ഞാൻ പറയാം. ദ രാമേശ്വരം കഫേ ബാംഗ്ലൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 സ്ഥലത്തായിട്ടാണ് ഉള്ളത്, 4 ഔട്ട്ലെറ്റ്. ഞാൻ അവരുടെ ആ കിച്ചനും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അവരുടെ സർവീസ് സ്പീഡ് പിന്നെ ഹൈജീനിക്കാണ് കേട്ടോ. കിച്ചണിൽ ഉണ്ടാക്കുന്നു, അതേപോലെ ബില്ല് ചെയ്യുന്നു. ഇത് സ്പീഡായിട്ടെന്നറിയാം ഡിഷസ് കൊടുക്കുന്നത്. അത് ചായ ആയാലും കോഫി ആയാലും എല്ലാത്തിനും അവരുടെ ആ ഒരു സ്പീഡ് ടേസ്റ്റിയാണ് കേട്ടോ. അതിനി ഞാൻ ആ ചായയുടെ കേസ് പറഞ്ഞില്ലേ, ചായ ആയാലും അവർ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അതാണ് ഒരു കഫേ അല്ലെങ്കിൽ ഒരു രുചിയിടം ഇത്രത്തോളം വിജയമാകാൻ ഇതൊക്കെ തന്നെയാണ് ധാരാളം. അവരുടെ ആ ഫുഡിന് കൊടുക്കുന്ന, ആ മേക്കിങ്ങിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ചായ അതേ നോക്കിയാണ് എന്ത് രസമായിട്ടെന്നറിയാമോ, അത്ര ടേസ്റ്റാണ്. ഞാനത് ഉള്ളിൽ തട്ടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ രാമേശ്വരം കഫേയിലെ ചായ ആയാലും കോഫി ആയാലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ്. പിന്നെ എന്നെ അവിടെ ഏറെ ആകർഷിച്ചത് അവരുടെ കേസരിയാണ്. കേസരി ബാത്ത് എന്നാണ് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാത്തിനും ആ ഗീയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഗീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ കേസരിയൊക്കെ എടുത്തു പറയുകയാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അവരുടെ ചട്നി, പിന്നെ അവരുടെ ആ ഒരു ഉപ്പുമ, പൊങ്കൽ, എന്തൊക്കെ ഡിഷസ് ഉണ്ടെന്നറിയാമോ. സത്യം പറഞ്ഞാൽ പലതിൻ്റെയും പേര് ഞാൻ മറന്നുപോയി. ഏറ്റവും കൂടുതൽ സെയിൽ അവിടെ ഈ ഗീ പൊടി ഇഡ്ഡലി തന്നെയാണ്. ഒരു ഇഡ്ഡലിയുടെ പുറത്ത് പൊടി ഇട്ടിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് അടിപൊളിയാണ് കേട്ടോ. അതിലും നെയ്യുടെ ടേസ്റ്റ് തന്നെയാണ് കൂടുതൽ കിട്ടുന്നത്. ഇതേ കണ്ടില്ലേ, ഈ തിരക്കിലും ഞാൻ ആദ്യം പരീക്ഷിച്ചത് കേസരി തന്നെയാണ്. വേറെ ലെവലായിരുന്നു കേട്ടോ. അത് ഒരുപാട് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മൾ 5-6 പേരുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ് ഈ ഗീ കേസരി. അടിപൊളിയായിരുന്നു. പിന്നെ തിരക്കിൽ തന്നെ നമ്മൾ ക്യൂവിൽ നിന്നാൽ പെട്ടെന്ന് സർവീസ് കൂപ്പൺ കിട്ടും. അതുകൊണ്ട് കൊടുക്കുക. ഫുഡ് ഓൺ സ്പോട്ടിൽ കിട്ടും. വളരെ താമസമൊന്നുമില്ല എല്ലാ സ്പോട്ടിലും. പിന്നെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല. എല്ലാവരും നിന്ന് തന്നെയാണ്, റോഡിലും മരച്ചോട്ടിലൊക്കെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ഡൈൻ ഇൻ ഇവിടെ 4 ഔട്ട്ലെറ്റിലും ഇല്ലെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, ചിലപ്പോൾ വേറെ ഔട്ട്ലെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്യുക. ഞാൻ പോയ ഔട്ട്ലെറ്റിൽ എന്തായാലും ഡൈനിങ് ഇല്ലായിരുന്നു, നിന്ന് തന്നെയാണ് കഴിച്ചത്. സർവീസ് നമ്മൾ 5-6 പേരുള്ളായിരുന്നുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ട് തന്നുകൊണ്ടിരുന്നു. എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാമേശ്വരം കഫേന്ന് കിട്ടിയതിൽ. പലരും പറയുന്നുണ്ട് ഹൈപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ഫുഡ് ലവർ ആണെങ്കിൽ, വെജിറ്റേറിയൻ മാത്രമല്ല നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരും അവരുടെ എല്ലാ ഡിഷസും ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ക്വാളിറ്റി. ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ഡിഷസും അടിപൊളി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇനിയും ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ഇവിടെ ട്രൈ ചെയ്യാത്ത ആ മെനുവിലുള്ള ഒരുപാട് ഡിഷസ് ഇനിയും ട്രൈ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവിടെ പലരും വാങ്ങിക്കുന്ന ഞാൻ കണ്ടു, പലതരം ഡിഷസ്. ഇവിടെ സാധാരണ ആൾക്കാർ പോയ ഗീ പൊടി ഇഡ്ഡലിയും ഒക്കെ മാത്രം കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഡിഷസ് എല്ലാം എനിക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി ബാംഗ്ലൂർ പോകുന്നവർ ഞാൻ വീണ്ടും പറയുന്നു, രാമേശ്വരം കഫേ. അപ്പോൾ രാമേശ്വരം കഫേ നിങ്ങൾ ട്രൈ ചെയ്യണം. അവരുടെ എല്ലാ ഡിഷസും
പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ ഒരുപാട് ദിവസം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. എന്തായാലും നമ്മ ഒരു ബാംഗ്ലൂർ, ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നമ്മ ഒരു ബാംഗ്ലൂരു കിട്ടിലോൾസ്കി.